Hello everyone. Let's check some common mistakes we make in English. First sentence, ഉത്തരങ്ങളൊന്നും ശരിയല്ല. Neither of the answers are correct. ഇങ്ങനെയായിരിക്കും നമ്മളൊക്കെ പറയാറ്, പക്ഷേ ഇത് ഗ്രാമാറ്റിക്കലി തെറ്റാണ്. Neither of the answers is correct. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ്. The reason is neither is grammatically singular, so it takes a singular verb is. neither എന്നത് വ്യാകരണപരമായി സിംഗുലർ ആണ്, അതിനാൽ അതിനൊപ്പം ഈസ് എന്ന സിംഗുലർ വേർബ് ഉപയോഗിക്കണം. രണ്ടാമത്തെ സെൻറ്റൻസ്, എനിക്ക് കാപ്പിയേക്കാൾ ചായയാണ് ഇഷ്ടം. ഐ പ്രിഫർ ടീ ദാൻ കോഫി. ഇത് തെറ്റായ സെൻറ്റൻസ് ആണ്. ഐ പ്രിഫർ ടീ ടു കോഫി. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് നോക്കാം. ദ വേർബ് പ്രിഫർ ഈസ് ഫോളോഡ് ബൈ ടു, നോട്ട് ദാൻ. പ്രിഫർ എന്ന വേർബിനു ശേഷം ടു ആണ് ഉപയോഗിക്കേണ്ടത്, ദാൻ അല്ല. മൂന്നാമത്തെ സെൻറ്റൻസ്, അവൾക്ക് ഇംഗ്ലീഷിൽ നല്ല കഴിവുണ്ട്. ഷീ ഈസ് ഗുഡ് ഇൻ ഇംഗ്ലീഷ്. ഇത് തെറ്റായിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ്. ഷീ ഈസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ് ആണ് ശരിയായിട്ടുള്ള സെൻറ്റൻസ്. റീസൺ എന്താണെന്ന് വെച്ചാൽ വി യൂസ് ഗുഡ് അറ്റ് ടു ടോക്ക് അബൌട്ട് സംവൺസ് സ്കിൽ ഓർ എബിലിറ്റി. ഒരാളുടെ കഴിവോ പ്രാവീണ്യമോ പറയുമ്പോൾ ഗുഡ് അറ്റ് ആണ് ഉപയോഗിക്കുന്നത്, ഗുഡ് ഇൻ അല്ല. നാലാമത്തെ സെൻറ്റൻസ്, പോകണമെന്ന് അവൾ ഉറച്ചു പറഞ്ഞു. ഷീ ഇൻസിസ്റ്റഡ് ടു ഗോ. ഇത് തെറ്റായിട്ടുള്ള സെൻറ്റൻസ് ആണ്. ഷീ ഇൻസിസ്റ്റഡ് ഓൺ ഗോയിങ് എന്നാണ് കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ്. ലെറ്റ്സ് ചെക്ക് ദ റീസൺ. ദ വേർബ് ഇൻസിസ്റ്റ് ഈസ് ഫോളോഡ് ബൈ ഓൺ പ്ലസ് ജെറൻഡ്, മീൻസ് വേർബ് പ്ലസ് ing. ഇൻസിസ്റ്റ് എന്ന വേർബിന് ശേഷം ഓൺ പ്ലസ് വേർബ് പ്ലസ് ing അല്ലെങ്കിൽ ജെറൻഡ് ആണ് ഉപയോഗിക്കേണ്ടത്. ഫിഫ്ത്ത് സെൻറ്റൻസ്, നിങ്ങളെ കാണാൻ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റ് യു. ഇത് തെറ്റായിട്ടുള്ള സെൻറ്റൻസ് ആണ്. ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റിംഗ് യു എന്നാണ് കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ്. ഹിയർ to is a preposition, so it must be followed by a noun or a gerund, not the base verb. ഇവിടെ to എന്നത് പ്രിപ്പൊസിഷൻ ആണ്. അതിനുശേഷം verb പ്ലസ് ing അല്ലെങ്കിൽ noun വരണം. മീറ്റ് ഉപയോഗിക്കരുത്. എനിക്കുള്ളതിനേക്കാൾ അവൾക്ക് കുറച്ച് പുസ്തകങ്ങളാണ് ഉള്ളത്. ഈ സെൻറ്റൻസ് നിങ്ങൾ സ്വയം ട്രൈ ചെയ്ത് നോക്കുക and let me know in the comment. Thank you for watching and follow for more daily English.